ഇതൊക്കെ നിങ്ങൾക്ക് വേണോടാ? കൃഷി നശിച്ചു, കന്നുകാലികൾ ചത്തുപോയി, തൊണ്ട വരണ്ടു, നിങ്ങളും പാടി. നിങ്ങൾക്ക് പുഴ വേണമല്ലോ, പക്ഷെ അത്രയ്ക്ക് പ്രശ്നങ്ങളും വേണോ? ഒരു 5 മിനിറ്റ് മാത്രം നിങ്ങൾ രുദ്രാംഗിയെ യജമാന്റെ അടുത്തേക്ക് അയച്ചാൽ പുഴ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്താടാ പറഞ്ഞേ? ഇത് എന്റെ വാക്കുകളല്ല, യജമാനം പറഞ്ഞതാ. എന്റെ മോനെ മല്ലേശേ, നീ അങ്ങനെ നോക്കല്ലേ, എനിക്ക് പേടിയാവുന്നു. കണക്കപ്പിള്ളേ, അവനോട് പോയി പറഞ്ഞേക്ക്, ഞങ്ങൾക്ക് പണമില്ലെന്നിരിക്കാം എന്ന് കരുതി നിയമം ലംഘിക്കില്ല. വേണ്ടി വന്ന ജീവൻ കൊടുക്കും, ഒരുത്തിന് മുന്നിൽ മാനം കളയില്ല. അവനോട് പോയി പറഞ്ഞേക്ക്. ഇതിൽ എന്റെ സ്വന്തം കാര്യം വല്ലതുണ്ടോ? കൃഷി മുഴുവനും വരണ്ടു പോയില്ലേ, ഇനിയും നിങ്ങൾ ഇങ്ങനെ വാടി നിൽക്കാൻ പോവാ? വരട്ടെ, പോയിട്ട് വരട്ടെ, സന്തോഷമായിരിക്കും. അവരെന്തുവാടോ പറയുന്ന കണക്കപ്പിള്ളേ? ഞാൻ പറഞ്ഞ കാര്യം സമ്മതിച്ചോ? കൃഷി നശിച്ചിട്ടും അഭിമാനം വിട്ടുള്ള കളിയില്ല. മീശ വിരിച്ച് തൊടയിൽ തട്ടിയിട്ട് എതിർത്ത് നിക്ക. നീതി ധർമ്മം എന്നൊക്കെ പറഞ്ഞ് ന്യായം സംസാരിക്കാം. സത്യായിട്ടാ? അവർക്ക് അത്ര അഹങ്കാരം ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ ഉണ്ടോ? ആട്ടെ, കുറച്ചുനാൾ പോകെ പോകെ അവരുടെ കൊടലൊക്കെ ഒന്ന് കത്തിക്കരിയട്ടെ. അപ്പൊ താനെ ഇറങ്ങി വരും ഈ ഭീംറാവുവിന്റെ കാല് പിടിക്കാൻ. കണ്ടോടോ ഞാൻ പറയുന്നത് നടക്കോ ഇല്ലയോന്ന്. പശുക്കളെല്ലാം ചത്തുപോയി, വയലെല്ലാം വാടിപ്പോയി. ദൈവമേ, ഇതെന്ത് വിധിയാണ്? ചേച്ചി, കുറച്ച് വെള്ളം തരാമോ? വല്ലാതെ ദാഹിക്കുന്നു ചേച്ചി, തൊണ്ടിയൊക്കെ വരണ്ട്, ഞാൻ ചത്തുപോവും. വെള്ളം കുടിക്കാതെ എന്റെ മുത്തച്ഛൻ ചത്തുപോയി ചേച്ചി. മൃഗങ്ങളൊക്കെ ചത്തു കിടക്കുക. കുറച്ച് വെള്ളം താ ചേച്ചി. അപ്പൊ ഞാനും അതുപോലെ ചത്തുപോവാ ചേച്ചി. അമ്മ, എനിക്കമ്മ എന്നെ വിട്ടു പോകല്ലേ അമ്മ. ഭക്ഷണം കിട്ടാനില്ല, കന്നുകാലികളെല്ലാം ചത്തു തുടങ്ങി. 2 ദിവസം കൂടി ഈ അവസ്ഥ തുടർന്നാൽ നമ്മളൊന്നും ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഒരു തുള്ളി വെള്ളമില്ല. എന്തു പറ്റി രുദ്രാംഗി? ഈ അർദ്ധരാത്രിയിൽ വിളിച്ചു കൂട്ടിയേക്കുന്നേ? ഈ നാടിന് വേണ്ടി ഞാനൊരു തീരുമാനം എടുത്തു. അതെന്ത് തീരുമാനമാ? നാട്ടുകാർ കണ്ണീരൊഴുക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. യജമാന്റെ നദി ഈ നാടിന് വേണം. യജമാനെ എന്നെ വേണം. അതായത് എന്താ പറഞ്ഞു വരുന്നേ? ആ യജമാന്റെ കൂടെ പോയി കിടക്കണോ? ഇത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ ഞാനത്ര വലിയവളുമല്ല. അതുകൊണ്ടാ ഞാൻ വീണ്ടും പറയുന്നേ, ഈ നാടിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ നൽകും. തെറ്റാ മോളെ, നീ എടുത്ത തീരുമാനം തെറ്റാ. ഇക്കാര്യം മലേഷ്യേട്ടൻ അറിഞ്ഞാൽ തോറ വെട്ടിക്കളയും. രുദ്രാംഗി, കേട്ടില്ലേ മലേഷേ? ഇവള് പറയുന്ന എന്താണെന്ന് നോക്ക്. കേട്ടോ രുദ്രാംഗിയുടെ തീരുമാനം? എനിക്കും അതന്നെയാണ് ശരിയെന്ന് തോന്നുന്നു. ഇത് നിങ്ങൾക്ക് തെറ്റായി തോന്നിയാൽ എന്റെ രുദ്രാംഗിയുടെ തല വെട്ടിക്കളയൂ. ഇതെങ്ങനെ തെറ്റാവും? ത്യാഗമല്ലേ? 1000 ജീവനുകൾ ത്യാഗം ചെയ്യുന്നതിനേക്കാൾ ഇവിടെ ചെയ്യുന്ന ഈ വലിയ കാര്യത്തിന് നമ്മൾ എന്നും കടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭാഗ്യവാനാണ് യജമാനെ.
അങ്ങ് വിചാരിച്ച എല്ലാം അങ്ങയുടെ കാൽക്കീഴിൽ തന്നെ കൊണ്ടുവരുന്നല്ലോ. ആ മല്ലേശ് ഉണ്ടല്ലോ, രുദ്രാംഗിയെ നിങ്ങളുടെ കടപ്പുറയിലേക്ക് അയക്കാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്ര സന്തോഷമുള്ള കാര്യം പറഞ്ഞിട്ടും അങ്ങ് എന്താ ശാന്തനായി നിൽക്കുന്നത്? യജമാനെ, യജമാനെ, ഇത് താൻ പറയാൻ പാടില്ലടോ. ആ അടിമ നായാണ് വന്ന് പറയേണ്ടത്. രുദ്രാംഗി വരാന്ന് പറഞ്ഞതിന് ശേഷവും അങ്ങേക്ക് എന്തിന്റെ പ്രശ്നമാ? സിംഹത്തിന്റെ മുമ്പിൽ പോയി വെല്ലുവിളിച്ചാൽ അത് വെറുതെ വിടുമോ? വിട്ടുവെക്കില്ല. എന്നാ പിന്നെ ഭീംറാവ് എന്തിനു വിടണം? അവൻ എന്റെ മുമ്പിൽ വന്ന് അവന്റെ വായിൽ നിന്ന് തന്നെ ഇത് കേൾക്കണം. മനസ്സിലായോ? എന്താ കണക്ക്? എന്തു പറഞ്ഞു? ഞാൻ എന്ത് പറയാനാടാ? യജമാൻ ആഗ്രഹിച്ചപ്പോ നിങ്ങൾ സമ്മതിച്ചില്ല. ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചപ്പോ യജമാൻ വേണ്ടെന്ന് പറയുന്നു. ഇപ്പൊ എന്താ പറയുന്നത്? എന്റെ വാഗൊണ്ട് പറഞ്ഞാ നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കും. യജമാന്റെ ആഗ്രഹം നിറവേറ്റാൻ രുദ്രാംഗിയുണ്ട്. യജമാനെ അപമാനിച്ചതിന് ആര് കണക്ക് പറയും? മല്ലേഷ് വേണം പറയാൻ. അതുകൊണ്ട് മല്ലേഷ് യജമാന്റെ അടുത്ത് പോയി കാലിൽ വീണ് ക്ഷമ ചോദിക്കണം. അപ്പൊ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറും. അനിയ മലേഷേ, നാഗത്തിന്റെ വിഷത്തിന് കൂടി മരുന്നുണ്ട് മലേഷേ. പക്ഷെ ആ യജമാന്റെ വിഷത്തിന് മരുന്നില്ല. നീ പോവല്ലേ അനിയ? പോകല്ലേ മല്ലേശ്, പോകല്ലേ. ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നു ഒന്ന് കേക്ക്, ഒന്ന് കേക്ക്. ഏട്ടൻ പോയിട്ട് വാ. നിങ്ങൾ തിരിച്ചു വരും. ഈ നാടിന് വേണ്ടി എനിക്ക് വിശ്വാസമുണ്ട്. ആരും തടയണ്ട. ഏട്ടൻ കൊട്ടാരത്തിലേക്ക് പോട്ടെ. അതാ ശരി. യജമാനെ, മല്ലേഷ് വന്നിട്ടുണ്ട്. മല്ലേഷ് എന്ന് വെച്ചാൽ ആരാടോ? നമ്മുടെ രുദ്രാംഗിയുടെ ഭർത്താവാണ് യജമാനെ. മല്ലേഷ് ആരാടോ? അവൻ ഞാൻ വളർത്തിയ ഒരു പട്ടി. ആ പട്ടി എന്ത് ചെയ്തെന്നറിയോ? അവന്റെ കൂടെയുള്ള 100 പട്ടികളെ പിരികേറ്റി എന്നെ കടിക്കാനായിട്ട് വിട്ടു. ഭക്ഷണം കൊടുത്തവനോട് കൂറ് കാണിക്കാതെ ആ നന്ദികെട്ട നായ് കടിക്കാൻ വന്നാ ഞാൻ വെറുതെ വിടുവോ? നടന്നത് നടന്നു കഴിഞ്ഞു യജമാനെ. ഇനി നടക്കേണ്ടതിനെ കുറിച്ച് സംസാരിക്കാം. Bend your knees. Your eyes should touch my feet. എന്നോട് ക്ഷമിക്കണം. നീ ആരാടാ തെണ്ടി? അടിമക്കൂട്ടത്തിന്റെ തലവനാണോ നീ? എന്നെ തന്നെ ഡാന്ന് വിളിക്കുവോ? എന്റെ മുമ്പിൽ നിന്ന് തൊടയടിച്ച് സംസാരിക്കുവോ? കൂറ് കാണിക്കാതെ എതിർത്ത് നിൽക്കുമല്ലേ നീ? എനിക്ക് സ്വന്തമായ നദി നിന്റെ അപ്പന്റെ വീട്ടിലെ സ്വത്താണോടാ? രുദ്രാംഗിലെ ജനങ്ങളെ എനിക്കെതിരെ നിർത്തുമോ നീ? ഇതൊക്കെ ചെയ്യാൻ നിനക്കെന്ത് ധൈര്യമുണ്ടാ നായേ? ഭക്തന്മാര് യജമാനനെയാണ് പൂജിക്കേണ്ടത്. അടിമകൾ യജമാനനെ വണങ്ങണം. യജമാനെ, തെറ്റായിരിക്കുന്നു. എന്നോട് ക്ഷമിക്കണം. നിന്റെ രുദ്രാംഗി എന്റെ കൂടെ സന്തോഷമായിരുന്നാൽ എന്റെ ആഗ്രഹം മാത്രമേ നിറവേറുന്നുള്ളൂ. പക്ഷെ ഞാൻ സഹിച്ച അപമാനത്തിന് എന്ത് സമാധാനം? അതെല്ലാം നീ തന്നെ ശരിയാക്കിയേ പറ്റൂ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതേപടി ചെയ്യാം. ഞാൻ പറയുന്നത് അതേപോലെ തിരിച്ചു പറയടാ. നിങ്ങൾക്ക് അടിമയായിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അടിമയായിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജനിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയെ നിങ്ങളുടെ കൂടെ കിടത്താം എന്റെ യജമാനനെ. എന്റെ ഭാര്യ നിങ്ങളുടെ കൂടെ കിടത്താം യജമാൻ. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അതെന്റെ ഭാര്യയുടെ മാനമാണെങ്കിലും എന്റെ ജീവനാണെങ്കിലും. അതെന്റെ ഭാര്യയുടെ മാനമാണെങ്കിലും എന്റെ ജീവനാണെങ്കിലും. അയ്യോ മഹാറാണി, എന്തു പറ്റി? എടാ മല്ലേഷ്, എന്താടാ ഇത്രയും തരം താഴ്ന്നത്? ഇപ്പൊ പറ, അന്യായം ചെയ്യുന്നത് ആരാ? കണ്ടോടാ എല്ലാവരും, ഇതാണ് ഭീംറാവ് ദേശ്മുഖ്. ഞാൻ വിചാരിച്ചാൽ ഇവന്റെ ചേച്ചി, ഇവന്റെ അനിയത്തി, ഇവന്റെ ഭാര്യ, ഇവന്റെ അമ്മയെ പോലും എന്റെ കൂടെ കിടത്താം. ഭീംറാവ് ദേശ്മുഖ് ഇങ്ങനെയാടാ.
മല്ലേഷ്, you're a good boy. പോയി നിന്റെ ഭാര്യയെ തയ്യാറാക്കി എന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവാ. പോ. ഞാൻ നിന്റെ ഭാര്യയോടൊപ്പം സൂഹിക്കുമ്പോ നീ മുറിക്ക് പുറത്തു നിന്ന് ഉരുകി ഉരുകി ചാവണോടാ. അതേപടി ചെയ്യ യജമാനെ. മല്ലേഷ്, യജമാനെ, ഇപ്പോഴാണ് എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായത്. ഞാൻ നിനക്കൊരു വാക്ക് തരാം. നിന്റെ ഭാര്യ എന്റെ കൊട്ടാരത്തിൽ കാലെടുത്ത് വെച്ചാൽ ഉടനെ നദിയിലെ വെള്ളം തുറന്നുവിടാം. നിന്റെ ജനങ്ങളുടെ ദാഹം തീരും മുഴുവനായിട്ടും.